ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഫ്രാൻസിൻ്റെ കളി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പോർച്ചുഗലിൻ്റെ സൈഡിൽ നിന്ന് പറയാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് 32-ൽ ക്രൊയേഷ്യ തോപ്പിച്ച് കയറി, റൗണ്ട് ഓഫ് 16 കയറി. ഭാഗ്യം നമ്മുടെ കൂടാണ് നമ്മളെ ഭാഗ്യം തുണച്ചെന്ന് വെച്ചാൽ നമ്മൾ സ്പെയിനെയും തോപ്പിച്ചെന്ന് വെച്ചോ. അപ്പോൾ സ്പെയിൻ ആയിരിക്കും റൗണ്ട് ഓഫ് 16 മിക്കവാറും വരാൻ ചാൻസ്. നമ്മൾ അവരെയും തോപ്പിച്ച്. പിന്നെ ബെൽജിയമോ ഒക്കെ ആയിരിക്കും ക്വാർട്ടർ ഫൈനലിൽ വരുന്നത്. ഓക്കെ, നമ്മൾ സ്പെയിനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബെൽജിയത്തെ തോപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ അടുത്ത ഒപ്പോണൻ്റ് എന്ന് പറയുന്നത് സെമി ഫൈനലിൽ ഫ്രാൻസ് ആയിരിക്കും. യവന്മാരെ എങ്ങനെ തോപ്പിക്കാൻ പറ്റും? കാര്യം യവന്മാരുടെ കോർഡിനേഷൻ അതൊക്കെ ഇപ്പോഴത്തെ പോർച്ചുഗൽ, അത് ലാസ്റ്റ് കൊളംബിയായിട്ട് കളിച്ച കളിയൊക്കെയാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ നോക്കണ്ട, ആ ഫ്രാൻസുമായിട്ടുള്ള കളി നോക്കണ്ട. ഫ്രാൻസ് എങ്ങനായിരിക്കും കളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം ആ ഫ്രണ്ടിലെ മൂന്നവന്മാർ എന്തോ ഒരു മാച്ച് പെർഫെക്ഷൻ ആയിരുന്നു കാണണം. അങ്ങോട്ട് പാസ് പോകുന്നു, ഇങ്ങോട്ട് പാസ് പോകുന്നു, ഇവർക്ക് അടിക്കാൻ പറ്റുന്നെങ്കിൽ അയാൾ അടിക്കുന്നു. അങ്ങനെ ഒരു കോർഡിനേഷനിലാണ് ഫ്രാൻസ് ഇന്നലെ കളിച്ചത്. എംബാപ്പെ 2 ഗോൾ അടിച്ച്. ഓക്കെ, നമുക്കറിയാം വേൾഡ് കപ്പിൽ എംബാപ്പെ എന്താണെന്ന്. സോ ഫ്രാൻസിനെ നമ്മൾ ബീറ്റ് ചെയ്ത വേൾഡ് കപ്പ് നമുക്കാണ്, അത് ഷുവറാണ്. ഫ്രാൻസിനെ തോപ്പിച്ച വേൾഡ് കപ്പ് നമുക്ക് അടിക്കാനുള്ള ചാൻസ് എന്തായാലും കൂടും. പക്ഷെ ഫ്രാൻസിനെ ബീറ്റ് ചെയ്യുന്ന കാര്യം വല്ലാത്ത കഷ്ടപ്പാടാണ്.